ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്നും വളരെ ഹാപ്പി ആയിട്ട് ഹീജോ ഫാമിലിയും തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു ഒരു വണ്ടിക്ക് അവർക്ക് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. അവളും കണ്ണൊക്കെ തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കും ചേച്ചിയും സഹോദരനും ബോധമില്ലാതെ അടുത്ത് കിടക്കുന്നതായിരുന്നു അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഒരു ആംബുലൻസ് ഒക്കെ വന്നിട്ട് അവർ രണ്ടുപേരെയും ആംബുലൻസിലൊക്കെ കയറ്റുന്നുമുണ്ട്. പക്ഷെ അവളും എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിസ്സഹായായി നിൽക്കുന്നു. അടുത്ത സീനില് ഹീജുവിന്റെ ചേച്ചിക്ക് ചെവിയൊന്നും കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നും സഹോദരൻ മരിച്ചുപോയെന്നുമുള്ള കാര്യമൊക്കെ അമ്മയും അറിയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിനക്ക് നിന്റെ സ്വരമെങ്കിലും ഒന്ന് ത്യാഗം ചെയ്തൂടെ? എല്ലാവരുടെയും ലൈഫിന് ഒരേ വിലയല്ല ഉള്ളത്. ചെയർമാന് നമ്മുടെ അടുത്ത് സഹതാപമൊക്കെ തോന്നിക്കുകയാണെങ്കിൽ മാത്രമേ ഇനിയും ആ ഒരു വീട്ടിലൊക്കെ നമ്മളെ താമസിക്കുവാനായിട്ട് അനുവദിക്കുകയുള്ളൂ എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും അതൊക്കെ കേട്ട് വീണ്ടും നിസ്സഹായായി അവൾ നിൽക്കുന്നു. പക്ഷെ നീ അതൊന്നും തന്നെ സമ്മതിച്ചു കൊടുക്കാനായിട്ട് പാടില്ല എന്നൊക്കെ ഹേജു വെളിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്. അതായത് ഇതിനു മുമ്പ് അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ അവൾ ഓർത്തു നോക്കുകയാണ്. ഹേജു എന്ന ഒരു വിളിയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവളും ഈ ഒരു സ്വപ്നങ്ങളിൽ നിന്നും എണീക്കുന്നത്. അവൾ നോക്കുമ്പോഴത്തേക്കും സയോണും അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. ആരും എന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരുന്ന സമയത്ത് നീ ആയിരുന്നു എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പേടിച്ചിരിക്കുന്ന സമയത്ത് നീ ആയിരുന്നു എന്നെ രക്ഷിക്കുവാനായിട്ട് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനൊന്നും പറയാതിരുന്നപ്പോൾ പോലും, ഞാൻ കരയാതിരുന്നപ്പോൾ പോലും നീ ആയിരുന്നു എന്നെ കേട്ടിട്ടുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി. നിനക്ക് എന്റെ അടുത്തുള്ള അതേ ഫീലിങ്സ് എനിക്ക് നിന്നോടുണ്ട് എന്ന് എന്തുകൊണ്ടാണ് എനിക്ക് പറയുവാനായിട്ട് സാധിക്കാത്തതെന്നൊക്കെ ഹേജുവും ഓർക്കുകയാണ്. ഇപ്പോൾ ഹീജു ഹോസ്പിറ്റലിലേക്കാണ് ഉള്ളത്. അവളും കണ്ണ് തുറക്കുമ്പോഴത്തേക്കും മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സയോണ ആയിരുന്നു. അവൻ ഡോക്ടറിനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് പോകുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവന്റെ കൈ പിടിച്ച് അവനെ തടഞ്ഞുകൊണ്ട് നീ പോകരുതെന്ന് പറഞ്ഞ് അവളും കരയുകയായിരുന്നു. സോ സയോണും അവൾക്ക് കൂട്ടിയിരിക്കുന്നു. സയോണിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രട്ടർ ആകട്ടെ ഒരു അപകടത്തിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരാണതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ സയോണിന്റെ അച്ഛനെയും അസിസ്റ്റന്റ് വന്ന് അറിയിക്കുകയാണ്. പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലത്തെ ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നു എന്ന് മീഡിയാസും മറ്റുമൊക്കെ അറിയിക്കുകയാണെങ്കിൽ അവർ മറ്റൊരു രീതിക്ക് ഇതിനെ വ്യാഖ്യാനിക്കുമോ എന്നൊക്കെ അച്ഛനും സംശയമുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഇത് ആക്സിഡന്റ് ആണെന്ന് പുറത്ത് പറയാതിരുന്നാൽ പോരെ, നമുക്കും ഇതിനെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേ ആക്കി മാറ്റിയാലോ? നിങ്ങളെ തകർക്കുവാനായിട്ട് നിങ്ങളുടെ മകനായിട്ടുള്ള സയോണെ ആരോ ഒരാൾ മനഃപൂർവ്വമായിട്ട് കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനത്തെ രീതിക്കൊക്കെ കഥ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടുതൽ വോട്ട്സ് ഒക്കെ കിട്ടുമെന്ന രീതിക്കൊക്കെ അസിസ്റ്റന്റ് പറയുമ്പോഴത്തേക്കും അച്ഛനും അതുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടൊക്കെ അസിസ്റ്റന്റിന്റെ അടുത്തും പറയുന്നു. 406 എന്ന നമ്പറിൽ നിന്നും ആയിരുന്നല്ലോ ഹീജുവും സയോണെ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പർ തന്നെ ആയിരുന്നു ഹീജുവിനെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നതും. എനിക്ക് സംസാരിക്കുവാൻ അറിയാമെന്ന കാര്യം ഇപ്പോൾ സയോൺ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും 406ന്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും അതൊരിക്കലും അയാളുടെ അടുത്ത് ആയിരുന്നില്ല, മറിച്ച് എന്റെ അടുത്ത് തന്നെയായിരുന്നു അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്ന രീതിക്കാണ് എനിക്കും തോന്നിയത്. ഒന്നും അറിയാതിരിക്കാൻ മാത്രം ഒരു മണ്ടനൊന്നും അല്ലല്ലോ സയോൺ. ഒരു പക്ഷെ അവനും എല്ലാ സത്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഹീജു ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും സയോണും ഹീജുവിനെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ എഗ്രിമെന്റിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവൾ പാലിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ അടുത്ത് 2 ബില്യണൊക്കെ പിഴയായിട്ടൊക്കെ ചുമത്തുകയാണ്. കൂടാതെ അവളോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുവാനായിട്ടും നേരത്തെ അവളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ തിരിച്ചെടുക്കുകയാണെന്നുമൊക്കെ അവൻ പറയുന്നതായിട്ടൊക്കെ അവളും ഓർത്തു നോക്കുന്നു. പാർക്കും സയോണെ കാണുവാനായിട്ടൊക്കെ എത്തുകയാണ്. അപകടം നടന്ന സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാ ആൾക്കാരും കൂടി നിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും വ്യക്തമായിട്ട് ഒന്നും തന്നെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പാർക്കും സയോണെ അറിയിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അയാൾ ഹീജുവിനെ അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പാർക്ക് സംശയിക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ എന്നെ അപായപ്പെടുത്തുവാനായിട്ടായിരിക്കും അയാൾ ശ്രമിച്ചത്. ആള് മാറി ഹീജുവിനിട്ടായതായിരിക്കുമെന്നൊക്കെ സയോണും പറയുന്നു. സയോണും കിഡ്നാപ്പറുടെ ഫോൺ പാർക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാർക്കും ആ ഫോണൊക്കെ ചെക്ക് ചെയ്തതിൽ നിന്നും ഫോണിൽ ഒരു ഹാക്കിംഗ് ഡിവൈസ് ഒക്കെ ഉണ്ടെന്നും അത് വെച്ചിട്ട് ഫോൺ എവിടെയാണ് ഉള്ളതെന്ന് അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നുമൊക്കെയാണ് പാർക്കും പറയുന്നത്. പക്ഷെ ഇതേ ഡിവൈസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിരിച്ച് അവരെ ഹാക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. സോ 2-3 ദിവസമൊക്കെ സമയം നൽകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പാർക്കും അറിയിക്കുന്നു. സയോണും പിന്നീട് ഫോണൊക്കെ കൊണ്ടുപോയി ഹീജുവിന്റെ ബാഗിലൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഹീജു റൂമിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവളും ഒന്നും മിണ്ടാതിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നേരത്തെ നീ ഒരു കുഴപ്പവും ഇല്ലാതെയൊക്കെയായിരുന്നല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇത്രയും പെട്ടെന്ന് നീ വീണ്ടും സംസാരിക്കുന്നതൊക്കെ നിർത്തിയോ എന്ന് സയോണും ചോദിക്കുന്നു. പിന്നീട് അവനും അവളെ എടുത്ത് ബെഡിലൊക്കെ കിടത്തിയതിനു ശേഷം നിനക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു.
നീ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് നിന്നെക്കുറിച്ചറിയാം. പിന്നെ 406 ആയിരുന്നു നീ ഉണ്ടായിരുന്ന ലൊക്കേഷനൊക്കെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ കിഡ്നാപ്പറുടെ കൂടെയുള്ള ആളാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നിന്നെ കണ്ടെത്തുവാനായിട്ട് അയാളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പോലീസിനെ കൊണ്ട് അയാളെ പിടിപ്പിക്കണോ അതോ ആളുടെ അടുത്ത് ക്ഷമിക്കണോ എന്നൊക്കെ സംശയിച്ചാണ് ഞാൻ ഇരിക്കുന്നതെന്നൊക്കെ സയോണും അറിയിക്കുന്നു. ഹീജുവും സയോണിന്റെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും കംപ്ലീറ്റ് റെസ്റ്റ് ഒക്കെ നിനക്ക് ആവശ്യമായിട്ടുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഒന്നും തന്നെ പറയണ്ട. എനിക്ക് നിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതെല്ലാം തന്നെ ഞാൻ പിന്നീട് ചോദിച്ചോളാം എന്നൊക്കെ അവനും പറയുന്നു. അവളുടെ ഫോണൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് വിളിക്കുവാനായിട്ട് അവൾക്ക് മറ്റൊരു ഫോണൊക്കെ കൊടുത്തിട്ട് അവനും പോകുന്നു. അവൻ പോയി പുറകെ തന്നെ അവളും ബാഗൊക്കെ ചെക്ക് ചെയ്യുകയാണ്. ബാഗിന്റെ അകത്ത് നിന്നും കിഡ്നാപ്പറുടെ ഫോണൊക്കെ അവൾക്കും കിട്ടുന്നു. സോ സയോണും ഈ ഒരു ഫോൺ കണ്ടിട്ടുണ്ടാവുമോ അതോ ഇല്ലയോ എന്ന സംശയത്തിലാണ് അവൾ ഉള്ളതും. ഹീജോന്റെ അമ്മ പാർലറിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളും അതൊന്നും കണ്ടില്ലേ എന്നൊക്കെ അവിടുത്തെ സ്റ്റാഫും അമ്മയോട് ചോദിക്കുന്നു. അമ്മയും അത് ഹീജു ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അടുത്തുണ്ടായിരുന്ന റൂമിലൊക്കെ ചെന്ന് അവളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരുന്നു അത് ഹീജു ആയിരുന്നില്ല, മറിച്ച് ഇനിയായിരുന്നു എന്ന കാര്യമൊക്കെ അമ്മയും മനസ്സിലാക്കുന്നത്. സായോന്റെ അച്ഛനും ഇപ്പോൾ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തുകയാണ്. സായോന്റെ ഓഫീസിലെ സ്റ്റാഫിനുണ്ടായ അപകടം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്നുള്ള രീതിക്കൊക്കെ അച്ഛൻ സംസാരിക്കുമ്പോഴത്തേക്കും സയോൺ ഒന്നും തന്നെ പറ്റിയില്ലല്ലോ, മാത്രമല്ല ഇത് വെറും ഒരു ആക്സിഡന്റ് ആണെന്നാണല്ലോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജാങ്ങും അച്ഛന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. സയോൺ അപകടം പറ്റിയില്ല എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. എങ്കിൽ പോലും ഇതൊരു അറ്റാക്ക് തന്നെ ആയിരുന്നു. ശരിക്കും സയോണെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അവരും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ചെയ്തു വന്നപ്പോഴത്തേക്കും സയോണ് പകരമായിട്ട് അവർക്ക് ആള് മാറിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും വലിയ രീതിക്കുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ആയിരുന്നു അച്ഛനും പറയുവാനായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അച്ഛൻ കൂടി ഇതുപോലത്തെ ഒരു പ്രസ് മീറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കോൾസ് ഒക്കെ സയോണിന്റെ ഓഫീസിലേക്ക് വരികയാണ്. സ്റ്റാഫ്സും അതിന് മറുപടി പറഞ്ഞു മടുത്തു. സയോണ് നേരെ ഓഫീസിലേക്ക് കടന്നു വന്നിട്ട് ലാൻഡ് ഫോണിന്റെ കണക്ഷൻ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നു. പിന്നീട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എല്ലാവരുടെയും അടുത്ത് പറയുവാനായിട്ട് പാടുള്ളൂ. നിലവിൽ എന്താണ് കാര്യമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുകയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ നടത്തുകയാണ്. അതിനുള്ള ഉത്തരം നമുക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. സോ നാളെ ഒരു പ്രസ് മീറ്റ് ഒക്കെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പ്രസ്സുകാരെ അറിയിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് സയോൺ പറയുന്നത്. ആര് വിളിച്ചാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. മാത്രമല്ല ഹിജുവിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ പോലും ആരുടെയും അടുത്ത് കൊടുക്കാനായിട്ട് പാടില്ല എന്ന് കൂടി സയോൺ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ അധികം നാളെ ഹീജുവിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവളും ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാതിരിക്കുക എന്നത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്കും അവളെക്കുറിച്ച് അറിയുവാനായിട്ട് ആകാംക്ഷയുണ്ട്. അവൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, അവൾക്ക് ബോധമൊക്കെ വന്നോ, അവൾ ശരിക്കും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ വളരെയധികം വിഷമത്തോടു കൂടി തന്നെ കാങ്ങും ചോദിക്കുന്നു. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നും തന്നെ ഇല്ല, അവൾക്ക് ബോധമൊക്കെ വന്നിട്ടുണ്ട്. വലുതായിട്ടൊന്നും തന്നെ അവൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നിങ്ങളുടെ അടുത്തും ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാതിരുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സയോണും നിൽക്കുന്നു. പിന്നെ സയോണിന്റെ അച്ഛനും ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടി വിശദമായിട്ടൊക്കെ കണ്ട് പഠിച്ചതിന് ശേഷം ഒരു മറുപടിയൊക്കെ കൊടുക്കുന്നതായിരിക്കുമെന്ന അഭിപ്രായത്തിലാണ് സയോണും ഉള്ളത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.